സന്നിധി തന്നിൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ പ്രഭാത ജാഗ്രതയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ട ഭാഗം ദുഷ്ടന്മാരുടെ സ്വഭാവം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ആപ്തവാക്യമായി എടുത്തിരിക്കുന്നത്. വെളിപ്പാട് 16 അധ്യായം 9 വാക്യം. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ 4ാമത്തെ ദുഷ്ടല്ലാത്ത അവനും മഹത്വവും കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഒരാൾക്ക് സൂര്യാഘാതം ഏൽക്കുമ്പോൾ ആ വേദനയിൽ നിന്നും ശമനമുണ്ടാകാൻ വേണ്ടി ചെയ്യാവുന്നതായ പ്രാഥമിക ശുശ്രൂഷ എന്നത് തണുത്ത വെള്ളത്തിൽ അവരെ എന്ത് ചെയ്യുക, കുളിപ്പിക്കുക എന്നതാണ്. അവരുടേതായ ശരീരത്തിൽ തണുത്ത വെള്ളം ഒഴിക്കുക എന്നതാണ്. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ 3ാമത്തെ ബാധയാൽ തന്നെ വെള്ളം രക്തമായി തീർന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇവിടെ 4ാമത്തെ ബാധയിലാകുന്നു അത്യുഷ്ണത്താൽ വെന്തുപോകുന്നത് കാണാൻ സാധിക്കുന്നു. 3ാമത്തെ ബാധ വെള്ളത്തെ രക്തമയമാക്കി മാറ്റിയിരിക്കുന്നു. അതിനുശേഷമാകുന്നു 4ാമത്തെ ബാധ പുറപ്പെടുന്നത്, അത്യുഷ്ണം. അപ്പോൾ സൗഖ്യപ്പെടുത്തുവാനോ സുഖം പ്രദാനം ചെയ്യുവാനോ ശുശ്രൂഷിക്കുവാനോ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. 7 ബാധകളുടെയും സമയം കഴിഞ്ഞിട്ടാകുന്നു കർത്താവിൻ്റെ വരെ നമുക്കറിയാം. ഇവിടെ നമ്മൾ ഓർപ്പെടുന്നത് ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ബാധകൾ അയച്ചപ്പോൾ മിസ്രൈമിയർക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അന്ത്യനാളിൽ ഈ ബാധകളുടേതായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ കൃപയുടെ കാലം അടഞ്ഞതിനാൽ മാനസാന്തര അനുഭവം ഉണ്ടാകുകയില്ല. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനും തൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ തനി സ്വഭാവങ്ങൾ പുറത്തു വരുന്നത് കാണാൻ സാധിക്കും. ദൈവം ഇല്ല എന്ന് പറയപ്പെടുന്ന നിരീശ്വരവാദികളും മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നതായ ദൈവഹിതത്തിനും ദൈവവചനത്തിനും ഘടകവിരുദ്ധമായി ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ ആ നാളിൽ ദൈവത്തെ കുറ്റം പറയുന്നത് കാണാൻ സാധിക്കും, ദൈവത്തെ തള്ളിപ്പറയുന്നത് കാണാൻ സാധിക്കും. ആ ദുഷ്ടന്മാരുടേതായ കൂട്ടത്തിൽ ആഹാതെ ഇരിക്കണമെങ്കിൽ ദൈവവചനങ്ങൾ ആഴമായി പഠിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഈ ന്യായവിധികൾ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളതല്ല എന്ന് ഓർത്തിരിക്കുക. ഈ 7 ബാധകളുടേതായ കാലഘട്ടം ആരംഭിക്കുമ്പോഴേയും കൃപയുടെ കാലങ്ങൾ അടഞ്ഞിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. അത് മനുഷ്യരിൽ എന്ത് ചെയ്യുക, രൂപമാറ്റങ്ങളോ മാനസാന്തരത്തിനോ സമയമോ ലഭിക്കുകയില്ല എന്നുകൂടെ നാം ഓർത്തിരിക്കണം. യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് കർത്താവ് തമ്പുരാൻ യിരെമ്യാ പ്രവചനം 17 അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദുഷ്ടന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവവചനം അനുസരിക്കുന്നതായ ഭക്തന്മാരാകുന്നു. വെളിപ്പാട് 14:7 ഇങ്ങനെ പ്രതിപാദിക്കുന്നു: അവനെ മഹത്വപ്പെടുത്താനുള്ള 1-ാം ദൂതൻ്റെ ക്ഷണത്തിനുള്ള എതിർപ്പാണ് നാം ഈ 7 ബാധകളുടേതായ അനുഭവത്തിൽ കാണപ്പെടുന്നത്. 1ാമത്തെ ദൂതൻ പറയപ്പെടുന്നത് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളെയും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്നാണ് പറയുന്നത്. ത്രിവിധ ദൂതുകൾ നമുക്ക് സുപരിചിതമാണ്. അത് കൂടുതലായി അറിയണമെങ്കിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായി ത്രിവിധ ദൂതിൻ്റെ ആത്മീയമായിരിക്കുന്ന അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. 4ാമത്തെ ബാധ ഭൂമിയിൽ നടക്കുമ്പോൾ അതിൽ നിങ്ങൾ അത്യുഷ്ണത്താൽ വെന്തുപോകാതിരിക്കപ്പെടണം. ത്രിവിധ ദൂതുകൾ അനുസരിച്ച് 144,000 പേർ പാടുന്നതായ ആ കുഞ്ഞാടിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ആ കർത്താവിനെ സ്വാഗതം ചെയ്യുവാൻ കരങ്ങൾ ഉയർത്തി കൂടി വരുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കപ്പെടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും
അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കുറ്റമറ്റതായ സംരക്ഷണത്താൽ ഞങ്ങളെ പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പശ്ചാത്താപിക്കാതിരിക്കുവാൻ ഞാൻ കഠിന ഹൃദയമുള്ളവനാകാതിരിക്കേണ്ടതിന് അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് ശക്തീകരിക്കുമാറാണമേ. അവിടുത്തെ ശാസനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സ്വഭാവം വാർത്തെടുത്ത് സൃഷ്ടകാലങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് വെച്ചു പോയിരിക്കുന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് നിത്യതയിൽ പ്രവേശിക്കുവാനും അന്ത്യനാളുകളിൽ ഉണ്ടാകുന്ന 7 ബാധകളിൽ നിന്ന് മുക്തി പ്രാപിച്ച് ആ സ്വർഗീയ ഗായക സംഘർക്കൊപ്പം ഒത്തുചേരുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഓരോ മക്കളെയും അവിടുന്ന് പരിപാലിക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.